നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 19ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ സർദീസിലെ സഭയ്ക്കുള്ള ദൂതായിരുന്നു പഠന വിഷയം. ഈ ക്ലാസ്സിൽ ഫിലഡൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതാണ് പഠന വിഷയം. സർദീസ് എന്ന നഗരത്തിന് ഏകദേശം 28 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായിരുന്നു ഫിലഡൽഫിയ. സർദീസിനെ പോലെ ഫിലഡൽഫിയയും ലിഡിയ എന്ന പ്രദേശത്തെ ഒരു പട്ടണമായിരുന്നു. ഫിലഡൽഫിയ എന്ന പദത്തിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. അറ്റാലസ് ഫിലഡൽഫൂസ് എന്ന പെർഗമോസിലെ രാജാവിനാൽ സ്ഥാപിതമായ നഗരമായതുകൊണ്ടാണ് ഫിലഡൽഫിയ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. വിശ്വസ്തയായ ഒരു ചെറിയ സഭയും അവിടെ ഉണ്ടായിരുന്നു. 7-ാം വാക്യത്തിന്റെ വായനായി പ്രകാരമാണ് ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ആർക്ക് എഴുതുന്നു എന്നതാണ് 7-ാം വാക്യത്തിലെ വിഷയം. ആദ്യം ആർക്കാകുന്നു സന്ദേശം എഴുതുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു, പിന്നെ ആരെഴുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്കാകുന്നു സന്ദേശം എന്നത് നീ ഫിലദൽഫിയയിലുള്ള സഭയുടെ ദൂതന് എഴുതുക എന്ന വാക്കുകളിൽ സ്പഷ്ടമാണ്. ഫിലദൽഫിയയിലുള്ള സഭയുടെ ദൂതന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും സന്ദേശം ഫിലദൽഫിയയിലെ സഭയ്ക്കും കേൾക്കാൻ ചെവിയുള്ള ഏവർക്കും ഉള്ളതാണെന്ന് 13-ാം വാക്യത്തിലെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന വാക്കുകൾ സ്പഷ്ടമാക്കുന്നു. ആരെഴുതുന്നു എന്നത് 7-ാം വാക്യത്തിന്റെ 2-ാം പകുതിയിൽ നമുക്ക് കാണാം. ആരാണെന്ന് തൻ്റെ പേരെടുത്ത് പറയുന്നതിന് പകരം കർത്താവ് തന്നെ കുറിച്ചുള്ള 4 വിശേഷണ നാമങ്ങൾ പറയുന്നു. പരിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഇതിൽ 3-ാമത്തെ പോയിന്റിന്റെ പരിണത ഫലമാണ് അല്ലെങ്കിൽ എക്സ്റ്റൻഷനാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്നത്. ആദ്യം പരിശുദ്ധൻ, സത്യവാൻ എന്നീ വിശേഷണ നാമങ്ങൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വിശേഷണ നാമങ്ങൾ യഥാർത്ഥത്തിൽ ഏക സത്യദൈവത്തിന്റെ പര്യായ പദങ്ങളാണ്. ആ പദങ്ങൾ മൂലഭാഷയിൽ ആർട്ടിക്കിളോട് കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോ ഹാഗിയോസ്, ഹോ അലേത്തിനോസ്. ഇംഗ്ലീഷിലും ആ ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ഹോളി വൺ, ദ ട്രൂ വൺ. മലയാളത്തിൽ അങ്ങനെ ആർട്ടിക്കിൾസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല. എങ്കിലും ഇംഗ്ലീഷ് നോക്കിയാൽ കാര്യം മനസ്സിലാകും. ദ ഹോളി വൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആകെ ഒരേ ഒരു പരിശുദ്ധനേ ഉള്ളൂ എന്നും ആ പരിശുദ്ധനാണ് ഈ പറയുന്ന വ്യക്തി എന്നുമാണ്. ദ ട്രൂ വൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യവാൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായി ഏകനേ ഉള്ളൂ എന്നും ആ ഏകനാണ് യേശുക്രിസ്തു എന്നുമാണ്. വെളിപ്പാട് 6:10 പരിശുദ്ധനും സത്യവാനുമായ നാഥ എന്ന വിളി, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന രംഗം ഈ സാഹചര്യത്തിൽ ഓർക്കുന്നത് യോഗ്യമാണ്. ദൈവത്തെയാണ് സത്യവാനെന്നും പരിശുദ്ധനെന്നും വിളിച്ചിരിക്കുന്നത്. ആകയാൽ ഈ 2 പദങ്ങളും ദൈവത്തെ മാത്രം അഭിസംബോധന ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് യേശുക്രിസ്തു ദൈവമാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളാണ്. വെളിപ്പാട് 4:8 ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന 4 ജീവികളുടെ വാക്കുകൾ നാം വായിക്കുന്നുണ്ട്. ദൈവം മാത്രമാണ് പരിശുദ്ധൻ എന്നാണ് അവിടെ വിളിച്ചോതിയിരിക്കുന്നത്. വെളിപ്പാട് 15:4 കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന വാക്കുകളും ദൈവം മാത്രമാണ് പരിശുദ്ധൻ എന്ന പേരിന് സർവഥാ യോഗ്യൻ എന്ന് തെളിവായിട്ട് പറയുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ആരാണ്? യഥാർത്ഥ ദൈവം. ആകയാൽ ആ ഏക സത്യ ദൈവമാകുന്നു താൻ എന്ന് യേശുക്രിസ്തു സ്വയം അവകാശപ്പെടുന്നതാണ് വെളിപ്പാട് 4:7 വാക്കുകൾ. യേശുക്രിസ്തു സ്വയം ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് താൻ സ്വയം പരിശുദ്ധനാകുന്നു എന്നും സത്യവാനാകുന്നു എന്നും പറഞ്ഞു അവകാശപ്പെട്ടു എന്നത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാവുന്നതാണ്. അടുത്ത വിശേഷണ നാമം ദാവീദിന്റെ താക്കോലുള്ളവൻ എന്നതാണ്. താക്കോൽ വാതിൽ തുറക്കുവാനും അടയ്ക്കുവാനും ഉള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഇവിടെ അത് ഒരു പ്രതീകം എന്ന നിലയിൽ യേശു ക്രിസ്തുവിന് ഉള്ള അധികാരത്തെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ആ അധികാരം എത്രത്തോളം എന്നാണ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവനും എന്ന വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അക്ഷരികമായിട്ട് അവിടെയുള്ള വാക്കുകളെ തർജ്ജമ ചെയ്താൽ തുറക്കുന്നവൻ പിന്നെ ആരും തന്നെ അടയ്ക്കുന്നില്ല, അടയ്ക്കുന്നവൻ പിന്നെ ആരും തന്നെ തുറക്കുന്നില്ല. തുറക്കുന്നവൻ എന്നതിന് തുറക്കുവാൻ അധികാരമുള്ള ഏകൻ എന്നാണ് അർത്ഥം. ആർട്ടിക്കിൾ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അടയ്ക്കുന്നവൻ എന്നതിന് അടയ്ക്കുവാൻ അധികാരമുള്ള ഏകൻ എന്നാണ് അർത്ഥം. കാരണം അവിടെയും ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആകയാൽ തുറക്കണമെങ്കിൽ യേശുക്രിസ്തു തുറക്കണം, അടയ്ക്കണമെങ്കിൽ യേശുക്രിസ്തു അടയ്ക്കണം. ഇത് നിമിത്തം യേശുക്രിസ്തു ഒരു വാതിൽ തുറന്നാൽ അത് പിന്നെ അടയ്ക്കുവാൻ ആർക്കും കഴിയുന്നതല്ല. യേശുക്രിസ്തു ഒരു വാതിൽ അടച്ചാലോ പിന്നെ അത് തുറക്കുവാനോ ആർക്കും കഴിയുന്നതല്ല. ആകയാൽ യേശുക്രിസ്തു പരമാധികാരി അഥവാ സോവറൈൻ ആകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന തൻ്റെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ സ്മരണീയമാണ്. ഈ അധികാരത്തിലാണ് അവിടുന്ന് ഫിലഡൽഫിയയിലെ സഭയ്ക്ക് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധം തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ നൽകിയത്. 3-ാം അധ്യായം 8-ാം വാക്യം. യെശയ്യാവ് 22:22 ഇതുപോലൊരു പ്രയോഗം നാം കാണുന്നുണ്ട്. ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവനും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ എന്ന വെളിപ്പാടിലെ വാക്കുകൾ മനസ്സിലാക്കുവാൻ അത് സഹായകരമാകുന്നു. യെശയ്യാവിലൂടെ ദൈവം ഭണ്ഡാരപതിയും രാജധാനി വിചാരകനുമായ ശെബ്നയോട് സംസാരിക്കുകയാണ്. ദൈവം അവനെ തൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുമെന്നും പകരം ഹിൽക്കിയാവിൻ്റെ മകനായ ഏലിയാക്കീമിനെ തൽസ്ഥാനത്ത് ആക്കി വയ്ക്കും എന്നും അറിയിച്ചു. തുടർന്ന് അവനെ ഞാൻ നിന്റെ അങ്കി ധരിപ്പിക്കും, നിന്റെ കച്ച കൊണ്ട് അവനെ അരക്കെട്ടും, നിന്റെ അധികാരം ഞാൻ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും ഒരപ്പനായിരിക്കും എന്ന് അറിയിച്ചു. ഏലിയാക്കീമിന് കൊടുക്കുന്ന അധികാരം എത്രത്തോളം ആയിരിക്കും എന്നാണ് 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഇതേ ശൈലിയിലാണ് വെളിപ്പാട് 3:7 സംസാരിച്ചിരിക്കുന്നത്. ഏലിയാക്കീമിന് ഭണ്ഡാര വിചാരകൻ എന്ന നിലയിൽ ദാവീദ് ഗൃഹത്തിന്റെ താക്കോലായിരുന്നു ലഭിച്ചത്, അഥവാ ഭണ്ഡാര വിചാരകൻ എന്ന നിലയിലുള്ള അധികാരമാണ് ലഭിച്ചത്. എങ്കിൽ യേശുക്രിസ്തുവിന് ദാവീദിന്റെ താക്കോൽ, ദാവീദ് ഗൃഹത്തിന്റെ അല്ല, ദാവീദിന്റെ താക്കോൽ അഥവാ രാജാധികാരമാണ് ലഭിക്കുന്നത്. ആ അധികാരത്തിലാണ് അവിടുന്ന് ഫിലഡൽഫിയയിലെ സഭയ്ക്ക് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധം തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ നൽകിയത്. അഥവാ യേശുക്രിസ്തുവിൻ്റെ രാജഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ്, രാജ അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ നൽകിയത്. ഇങ്ങനെ യേശുക്രിസ്തു ദാവീദിന്റെ താക്കോലുള്ളവനായിരുന്നു എന്നതുകൊണ്ട് ദാവീദിന്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് താൻ സൂചിപ്പിച്ച് സംസാരിക്കുന്നത്. ഇപ്പോഴും ഇരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് വരുന്നത്. അധികാരത്തിന്റെ പ്രതീകമാണ് താക്കോൽ. കർത്താവിനുള്ള അധികാരത്തെ ദാവീദിന്റെ താക്കോൽ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും എന്ന് യെശയ്യാവ് 9:7 പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നതിനും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നിങ്ങനെ ഗബ്രിയേൽ ദൂതനും അറിയിച്ചതിനും നിവൃത്തി ഉണ്ടായി എന്നാണ് ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ എന്ന തൻ്റെ വാക്കുകൾ പറയുന്നത്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ദാവീദിന്റെ താക്കോൽ കൈവശം ഉണ്ടായിരിക്കുന്നത്, രാജാധികാരം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമാണ്. ആ വാഴ്ചയുടെ അടയാളമാണ് അവൻ വാതിൽ തുറക്കുന്നു, ആ വാതിലിലൂടെ അനേകർ രക്ഷയിലേക്കും തൻ്റെ രാജ്യത്തിലേക്കും പ്രവേശിക്കുന്നു എന്നതും, അവൻ വാതിലടയ്ക്കുന്നു, ആരും പിന്നീട് പ്രവേശിപ്പിക്കപ്പെടാതിരിക്കുന്നു എന്നുള്ളതും. ഈ രാജാധികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് യേശു പത്രോസിനോട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് മത്തായി 16:19 പറഞ്ഞത്. താക്കോൽ കൈവശം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് അന്നും ഈ രാജാധികാരം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും സുവിശേഷം അറിയിക്കുവാൻ വാതിൽ തുറന്നു കൊടുക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. ആ കരങ്ങളാണ് എഫെസോസിൽ അപ്പസ്തലനായ പൗലോസിന് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നു കൊടുത്തത്.
1 കൊരിന്ത്യർ 16:9. വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ സുവിശേഷം അറിയിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നു, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. വാതിലടച്ചാൽ സുവിശേഷം അറിയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സകലവും എതിരായി തീരുന്നു. ഇനി 8-ാം വാക്യം ശ്രദ്ധിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിന്റെ പ്രവൃത്തികളെ ഞാൻ അറിയുന്നു. ഏത് സഭയുടെയും ഏത് വ്യക്തിയുടെയും പ്രവൃത്തികളെ അറിയുന്നവനാകുന്നു കർത്താവ്. അതിനനുസരിച്ച് അവരോട് പെരുമാറുന്നവനുമാണ് കർത്താവ്. ഫിലഡൽഫിയ സഭ ശക്ത അല്ലായിരുന്നു, എങ്കിലും ഒരു കാര്യം അവൾ ചെയ്തു, കർത്താവിൻ്റെ സഹിഷ്ണുതയുടെ വചനം കാത്തു. പീഡനങ്ങളുടെ മുഖത്ത് കർത്താവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ ഇരുന്നു. നീ എൻ്റെ സഹിഷ്ണുതയുടെ വചനം കാത്തു എന്ന് 10-ാം വാക്യത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ. അത് കാരണമാണ് കർത്താവ് തൻ്റെ മുമ്പിൽ, അവളുടെ മുമ്പിൽ ആർക്കും അടച്ചുകൂടാത്ത ഒരു വാതിൽ തുറന്നു വെച്ചത്. ഇത് ഹോട്ടി എന്ന ഗ്രീക്ക് പദം കൊണ്ട് മൂലഭാഷയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഫോർ എന്ന് ചേർത്തിട്ടുമുണ്ട്. അതുകൊണ്ട് 8-ാം വാക്യം കൃത്യമായി തർജ്ജമ ചെയ്താൽ അത് ഇപ്രകാരമായിരിക്കും: ഞാൻ നിന്റെ പ്രവൃത്തികളെ അറിയുന്നു, അല്പം ശക്തിയേ നിനക്കുള്ളൂ, എന്നിട്ടും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ മുമ്പാകെ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ തന്നിരിക്കുന്നു, അതിനടയ്ക്കുവാൻ ആർക്കും തന്നെ കഴിയുകയില്ല. നമ്മിൽ പലരും ശക്തന്മാരല്ല, അല്പം ശക്തിയേ നമുക്കുള്ളൂ. എങ്കിലും കർത്താവിൻ്റെ സഹിഷ്ണുതയുടെ വചനം കാക്കുവാനും ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ നാമം നിഷേധിക്കാതിരിക്കുവാനും വലിയ ശക്തന്മാരാകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് ഫിലഡൽഫിയ സഭ വിളിച്ചോതുന്ന സന്ദേശം. ഇത് നമ്മെ ധൈര്യപ്പെടുത്തേണ്ട ഒരു വസ്തുതയാണ്. അല്പം ശക്തിയെ നമുക്കുള്ളൂ, എങ്കിലും കർത്താവിൻ്റെ വചനം കാക്കുവാനും പീഡനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ നാമം നിഷേധിക്കാതിരിക്കുവാനും നമുക്ക് കടമയുണ്ടെന്ന് ഈ വചനം നമ്മെ അറിയിക്കുന്നു. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ വചനം അനുസരിക്കാം, അവൻ്റെ നാമത്തെ പീഡനങ്ങളുടെ മധ്യത്തിലും നിഷേധിക്കാതിരിക്കാം. അതിനാൽ നമുക്ക് പ്രയോജനമുണ്ട്. കർത്താവ് വാതിലുകൾ തുറന്നു തരും. അതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ മുമ്പാകെ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിൽ തന്നിരിക്കുന്നു എന്നാണല്ലോ കർത്താവ് ഫിലഡൽഫിയ സഭയോട് പറഞ്ഞത്. വാതിലുകളും അവസരങ്ങളും തുറന്നു കിട്ടുന്നതും ആത്മാക്കളെ ലഭിക്കുന്നതും കർത്താവിനാലാകുന്നു. ആകയാൽ നമുക്കുള്ള ബലത്തിൽ നമുക്ക് അവനെ അനുസരിക്കാം. പരിശോധനയുടെ സന്ദർഭങ്ങളിൽ വിടാതെ നമുക്ക് അവനോട് വിശ്വസ്തരായിട്ട് ഇരിക്കാം. എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ പാലക്കാട് മുണ്ടൂർ പ്രദേശത്ത് കടന്നു വന്ന് സുവിശേഷം അറിയിച്ചു. അതിൻ്റെ ഫലമായി 6-7 പേർ മുന്നോട്ട് വന്നു. പിന്നീട് വലിയ പ്രതികൂലങ്ങളുണ്ടായി. ഒരാളൊഴികെ എല്ലാവരും പിന്നോട്ട് പോയി. രോഗങ്ങൾ, പ്രയാസങ്ങൾ, അപവാദങ്ങൾ ഇതൊക്കെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. തന്നെ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഓടിച്ചു കളയുവാൻ സാത്താൻ പരിശ്രമിച്ചു. പക്ഷേ അദ്ദേഹം സഹിഷ്ണുതയോടെ ഉറച്ചു നിന്നു. പിന്നെ കർത്താവ് വാതിലുകൾ തുറന്നു. ഇന്ന് നല്ലൊരു സഭയുണ്ട്, സഭാഹാളുമുണ്ട്. അപ്പോൾ നാം ഇപ്പോൾ ചിന്തിച്ച വിഷയം ആ ദേവദാസന്റെ ജീവിതത്തിൽ സഭയിൽ അന്വർത്ഥമായിരിക്കുകയാണ്. ഇനി 9-ാം വാക്യം നമുക്ക് പരിശോധിക്കാം. ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതന് മുമ്പാകെ തുറന്ന വാതിൽ ഏതായിരുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിയുവാനും സംഗതി വരുത്തും. ഫിലഡൽഫിയയിൽ ഒരു യഹൂദപ്പള്ളി ഉണ്ടായിരുന്നു. അതിൽ കൂടി വന്നുകൊണ്ടിരുന്ന യഹൂദന്മാർ തങ്ങൾ യഹൂദന്മാരാണെന്ന് വിശേഷിപ്പിച്ച് ഊറ്റം കൊണ്ടിരുന്നു. അവർ സുവിശേഷം നിരസിക്കുകയും സുവിശേഷത്തിന്റെ ശത്രുക്കളായി നിലകൊള്ളുകയും ചെയ്തു. അവരായിരുന്നു ഫിലഡൽഫിയയിലെ സഭയെ കർത്താവായ യേശുവിന്റെ നാമം നിഷേധിക്കുവാൻ നിർബന്ധിച്ച് ഞെരുക്കിക്കൊണ്ടിരുന്നത്. ആകയാൽ കർത്താവ് അവരെ വിളിച്ചത് യഹൂദന്മാരെന്നല്ല, സാത്താന്റെ പള്ളിക്കാർ എന്നായിരുന്നു. കാരണം അവർ പുറമെ യഹൂദന്മാരായിരുന്നു, എങ്കിൽ അകമേ യഹൂദന്മാർ അല്ലായിരുന്നു. ഇനി ആരാണ് യഥാർത്ഥ യഹൂദൻ എന്ന് നമുക്ക് നോക്കാം. റോമർ 2-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ അപ്പസ്തലനായ പൗലോസ് പറയുന്നു, പുറമെ യഹൂദനായവൻ യഹൂദൻ അല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയും അല്ല, അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്നാൽ ഇവിടെ ഇതാ സാത്താന്റെ പള്ളിക്കാർ എന്ന് യേശു ക്രിസ്തുവിനാൽ തന്നെ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാർ. എന്തുകൊണ്ടായിരുന്നു ദൈവം അവരെ അങ്ങനെ വിളിച്ചത്? അവർ അകമേ
യഹൂദന്മാരല്ലായിരുന്നതുകൊണ്ട്, പരിശുദ്ധാത്മാവിനാലുള്ള ഹൃദയപരിച്ഛേദന ഏറ്റിട്ടുള്ളവർ അല്ലായിരുന്നതുകൊണ്ട്, ശരീരത്തിലുള്ള പരിച്ഛേദന യഥാർത്ഥത്തിൽ ഹൃദയത്തിലെ പരിച്ഛേദനയുടെ വെറും ഒരു നിഴൽ മാത്രമായിരുന്നു. ഹൃദയത്തിലെ പരിച്ഛേദന ഏൽക്കാത്തവർ അതിക്രമങ്ങളിലും അവരുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരാകുന്നു എന്ന് കൊലോസ്യർ 2:13 പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലെ പരിച്ഛേദന ഏറ്റവരോ അതിക്രമങ്ങളിലും അവരുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും ഒരിക്കൽ മരിച്ചവരായിരുന്നു എങ്കിലും ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നവരാകുന്നു. അവർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാകുന്നു. അവർ സുവിശേഷം അംഗീകരിക്കുന്നവരാകുന്നു. എന്നാൽ ഫിലഡൽഫിയയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്നവരായിരുന്നു. അവർ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ആയിരുന്നു. ആകയാൽ സത്യത്തിൽ അവർ സാത്താന്റെ പള്ളിക്കാർ തന്നെ ആയിരുന്നു. ഇന്നും കർത്താവായ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത, യേശു ക്രിസ്തു അല്ല എന്ന് നിഷേധിച്ച് പറയുന്ന യഹൂദന്മാരാണ് ബഹുഭൂരിപക്ഷവും. എങ്കിലും ദൈവജനം എന്ന് വിളിക്കപ്പെടുന്ന സഭയിലുള്ളവർ അവരെ ദൈവജനം എന്നാണ് കണക്ക് കൂട്ടുന്നത്. കർത്താവ് സാത്താന്റെ പള്ളിക്കാർ എന്ന് വിളിക്കുന്നവരെ നാം എന്തിന് ദൈവജനം എന്ന് വിളിക്കണം എന്നുള്ളത് ഒരു ചിന്തിക്കത്തക്കതായ ചോദ്യമാണ്. ഇനി കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കാം. ഈ സാത്താന്റെ പള്ളിക്കാർ എന്ന് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന യഹൂദന്മാരിൽ ചിലരെ ദാവീദിന്റെ താക്കോൽ കൊണ്ട് വാതിൽ തുറന്ന് ഫിലഡൽഫിയയിലെ സഭയുടെ ദൂതന്റെ അടുക്കൽ ഫിലഡൽഫിയയിലെ സഭയിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ പോകുകയായിരുന്നു. അങ്ങനെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശന വാതിലായിരുന്നു അവിടുന്ന് അതിനാൽ തുറന്നത്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു വാതിലായിരുന്നു അത്. അവരുടെ രക്ഷയും മുന്നോട്ട് വന്ന് കർത്താവിൻ്റെ സഭയെ നമസ്കരിച്ച് കർത്താവ് അവളെ സ്നേഹിച്ചു എന്ന് ഏറ്റു പറയുന്നതും തടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അല്ലായിരുന്നു. ആർക്കും തടുക്കുവാൻ കഴിയുകയില്ലായിരുന്നു. കർത്താവ് സഭയാണ് സ്നേഹിച്ചിരിക്കുന്നതെങ്കിൽ സഭയല്ലേ ദൈവജനം എന്ന് വിളിക്കേണ്ടത്? കർത്താവിനെ നിഷേധിക്കുന്ന, കർത്താവിൻ്റെ ജനത്തെ ഉപദ്രവിക്കുന്ന, അംഗീകരിക്കാതിരിക്കുന്നവരെയാണോ ദൈവജനം എന്ന് വിളിക്കേണ്ടത്? ആകയാൽ പ്രിയരെ, നമുക്ക് ഓർക്കാം, എങ്ങനെയാണ് സുവിശേഷ വിരോധികൾ സുവിശേഷം വിശ്വസിക്കുന്നവരാകുന്നത്? അത് ആരുടെ പ്രവർത്തനമാണ്? യേശുക്രിസ്തു ആകുന്നു സുവിശേഷ വിരോധികളെ സുവിശേഷം വിശ്വസിക്കുന്നവരാക്കുന്നത്. അപ്പസ്തലനായ പൗലോസിന്റെ ചരിത്രം, ശൗലിനെ പൗലാക്കിയത് നമ്മുടെ കർത്താവാണ്. സുവിശേഷ വിരോധികൾ വന്ന് കർത്താവ് സഭയെ സ്നേഹിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് നമസ്കരിക്കുമാറാക്കുന്നത്, സഭയെ വണങ്ങുമാറാക്കുന്നത് ആരാണ്? അത് യേശു രാജനാണ്. തൻ്റെ അധികാരപൂർണമായ പ്രവർത്തനമാണ്. അങ്ങനെ അവൻ പ്രവർത്തിച്ചാൽ അവൻ്റെ പാദപീഠത്തിങ്കൽ വന്ന് അവർ കീഴടങ്ങും. അത് തടയുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ തുറന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ അടച്ചത് തുറക്കുവാനും ആർക്കും കഴിയുകയില്ല. അവൻ അടച്ചത് തുറക്കുവാൻ പ്രഗത്ഭരായ സുവിശേഷ പ്രസംഗകർക്ക് കഴിയുമോ? ഇല്ല. ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തുന്ന കൺവെൻഷനുകൾക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ സഭകൾ എന്താണ് ചെയ്യേണ്ടത്? അവർ പരിശോധനകളുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയുടെ വചനം കാക്കുകയും തൻ്റെ നാമം നിഷേധിക്കാതിരിക്കുകയും അനുസരണത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ. അനുസരണത്തിൽ വിട്ടുവീഴ്ചകൾ വരുത്താതിരിക്കട്ടെ. പ്രിയരെ, കഷ്ടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിലായാലും ദൈവവചനം കൃത്യതയോടെ അനുസരിക്കുക. അനുസരിക്കുന്നില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് മാപ്പിരുന്ന് അനുസരിക്കുന്നവരാകുക. അപ്പോൾ കർത്താവ് അനുകൂലമായി പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. ഇനി 10-ാം വാക്യം ശ്രദ്ധിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുത്തുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇത് കർത്താവ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലമാണ്. ഒന്നാമത്തെ പ്രതിഫലം തുറന്ന വാതിലുകൾ കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ സഹിഷ്ണുതയുടെ വചനം കാക്കുകയും തൻ്റെ നാമത്തെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് തുറന്ന വാതിലുകൾ നൽകുന്നു. രണ്ടാമത്തെ പ്രതിഫലം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുത്തുവാനുള്ള പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കുമെന്നാണ്. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു എന്ന് പറയുന്നതും നീ എൻ്റെ വചനം കാക്കുകയും എൻ്റെ നാമം നിഷേധിക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ സഹിക്കണം എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇതാണ് സഹിഷ്ണുതയുടെ വചനം. അത് ഫിലഡൽഫിയയിലെ സഭ കാത്തു. കർത്താവിനത് പ്രസാദമായി. ആകയാൽ കർത്താവ് അവർക്ക് ഒരു വാക്ക് കൊടുത്തു.
ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുത്തുവാനുള്ള പരീക്ഷ കാലത്ത് ഞാനും നിന്നെ കാക്കും. ഗ്രീക്കിലെ ഓയിക്കൂമെനെ എന്ന പദത്തെയാണ് ഇവിടെ ഭൂതലം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. റോമൻ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ലോകത്തെയാണ് പൊതുവെ ഈ പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഉദാഹരണത്തിന് ലൂക്കോസ് 2:1, ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് ഔഗസ്തൂസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. ഇത് ലോകം എന്നത് ഓയിക്കൂമെനയുടെ തർജ്ജമയാണ്. പക്ഷെ അർത്ഥം റോമൻ സാമ്രാജ്യമെന്നാണ്. റോമൻ സാമ്രാജ്യത്തിലുള്ളവരോടല്ലേ വന്ന് പേർവഴി ചാർത്തണമെന്ന് പറയുവാൻ തനിക്ക് അധികാരമുള്ളൂ. ഈ സന്ദർഭത്തിൽ, വെളിപ്പാടിലെ സന്ദർഭത്തിൽ ചേരുന്നതും അത് തന്നെയാണ്. കാരണം ഫിലഡൽഫിയ റോമൻ ഭരണത്തിന് കീഴിലിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവ് ഉറപ്പ് കൊടുത്ത കാര്യം ഇതാണ്: നീ എൻ്റെ സഹിഷ്ണുതയുടെ വചനം കാത്തതുകൊണ്ട് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുവാൻ സർവ നിവസിത ലോകത്തിലും വരുവാൻ പോകുന്ന പരീക്ഷയുടെ നാഴികയിൽ നിന്ന് ഞാൻ നിന്നെ കാക്കും. പരീക്ഷാ കാലത്ത് എന്നല്ല, പരീക്ഷയുടെ നാഴികയിൽ നിന്ന്, ഫ്രം ദി അവർ ഓഫ് ട്രയൽ എന്നാകുന്നു ശരിയായ തർജ്ജമ. അതായത് ഫിലഡൽഫിയയിലെ സഭയ്ക്ക് ആ പരീക്ഷ നേരിടേണ്ടി വരികയില്ല എന്നായിരുന്നു കർത്താവ് പറഞ്ഞത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും എന്നാകുന്നു യാക്കോബ് 1:12 പറഞ്ഞിരിക്കുന്നത്. ഫിലഡൽഫിയയിലെ സഭ കൊള്ളാകുന്നവളായി തെളിഞ്ഞു. അവൾ കർത്താവിനെ സ്നേഹിക്കുന്നവൾ എന്ന് സഹിഷ്ണുതയുടെ വചനം കാത്തതിനാൽ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി അവളെ വീണ്ടും പരീക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആകയാൽ ആ കാലത്ത് റോമാ സാമ്രാജ്യം മുഴുവനും വരുവാനിരുന്ന പീഡനത്തിൽ നിന്നും കർത്താവ് ഫിലഡൽഫിയയിലെ സഭയെ കാത്ത് സംരക്ഷിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയരെ, വൻ പരീക്ഷകൾ ഒഴിവാക്കുവാൻ ഇന്നുള്ള പരീക്ഷകൾ സഹിക്കുന്നതാണ് ഒരു മാർഗം. ഇന്നേ സഹിഷ്ണുത ഉള്ളവരായിരിക്കുക. ഇന്നേ നാം കർത്താവിനോട് കൂറുള്ളവരാണെന്ന് തെളിയിക്കുക. ഇനി 11-ാം വാക്യം: ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. സഹിഷ്ണുതയുടെ വചനം കാത്തുകൊണ്ട് ജയജീവിതം നയിച്ചാൽ അതിന് അംഗീകാരമായിട്ട് കിരീടമുണ്ട്. ഫിലഡൽഫിയയിലെ സഭയ്ക്ക് അത് ലഭിക്കുവാൻ പോകുന്നുണ്ടായിരുന്നു. അത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ആ അനുസരണ ജീവിതം നിലനിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. സഹിഷ്ണുത മരണം വരെ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. സഹിഷ്ണുത ഇല്ല എങ്കിൽ കിരീടവുമില്ല. ആകയാൽ അനുസരണത്തിലും സഹിഷ്ണുതയിലും മരണം വരെ നിലനിൽക്കണം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് കർത്താവ് അവിടെ അവരോട് പറഞ്ഞത്. ഇനി 12-ാം വാക്യം: ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ജയിക്കുന്നവൻ കർത്താവിൽ വിശ്വസിക്കുന്നവനും സഹിഷ്ണുതയുടെ വചനം ആദിയോടന്തം കാക്കുന്നവനുമാണ്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തിരുനിവാസത്തിൽ ഒരു തൂണാക്കും. ദൈവത്തിൻ്റെ തിരുനിവാസം സഭയാകുന്നു. തൂണ് എന്ന് പറയുന്നത് ഒരു നിർമ്മാണത്തെ താങ്ങി നിലനിർത്തുന്നതിനുള്ള പണിയാണ്. അത് അലങ്കാരത്തിനായിട്ടും ഉപയോഗിക്കപ്പെടുന്നു. തൂണ് ആലയത്തിലെ സ്ഥിരമായൊരു നിർമ്മാണമാണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അടുത്ത പ്രസ്താവന പറയുന്നത് അതിനുശേഷം അവൻ ഒരിക്കലും പുറത്ത് കളയപ്പെടുന്നില്ല എന്നാണ്. ആകയാൽ അവൻ യഹോവയുടെ ആലയമാകുന്ന സഭയിൽ ദീർഘകാലം വസിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പേരും എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേമിൻ്റെ പേരും എൻ്റെ പുതിയ പേര് അവൻ്റെ മേൽ എഴുതും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും പേര് ആരുടെയെങ്കിലും മേൽ എഴുതിയാൽ അവൻ അവൻ്റെ സ്വന്തം എന്നാകുന്നു അർത്ഥം. ഇപ്രകാരം ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും കർത്താവിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിലെ പൗരന്മാരുമാകുന്നു. പുതിയ യെരൂശലേം കുഞ്ഞാടിൻ്റെ മണവാട്ടിയും കാന്തയുമായ സഭ ആകുന്നു. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാകുന്നു എന്ന് എഫേസ്യർക്ക് എഴുതിയ ആ വചനത്തെ നമുക്ക് ഓർക്കാം. ഏറ്റവും ഒടുവിൽ 13-ാം വാക്യത്തിൽ വായിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ആത്മാവ് സഭകളോട് എന്ത് പറയുന്നു എന്ന് കേട്ടനുസരിക്കുവാൻ എല്ലാവർക്കും കടമയുണ്ട്. എങ്കിലും അത് എല്ലാവർക്കും കഴിയുകയില്ല. ചെവിയുള്ളവർക്ക് കേൾക്കാൻ കഴിയും. ആകയാൽ ആർക്ക് ദൈവം തിരിച്ചറിയുന്ന ഹൃദയവും കേൾക്കുന്ന ചെവിയും കൊടുത്തിട്ടുണ്ടോ അവർ കേൾക്കുന്നത് ഗ്രഹിക്കട്ടെ, അനുസരിക്കട്ടെ എന്ന് സാരം. നമുക്ക് രാജാവിനെ
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കാം. തിരുനാമം നമ്മിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.